പ്രമേഹം, ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ലിവർ ആൻഡ് കിഡ്നി ഡിസീസ്, അൽസിമേഴ്സ്, പാർക്കിൻസൺസ് എന്നീ ജീവിതശൈലി രോഗങ്ങൾ വരാതെ ദീർഘകാലം ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുക എന്നത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇത്തരത്തിലുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണണം. ആരോഗ്യ ജീവിതം നയിക്കുന്നതിന് വേണ്ടി യഥാർത്ഥ ആരോഗ്യത്തിന്റെ പില്ലേഴ്സ് എന്നറിയപ്പെടുന്ന നല്ല ഭക്ഷണം, വ്യായാമം, വിശ്രമം, നല്ല ചിന്താഗതി എന്നീ 4 കാര്യങ്ങൾ ജീവിതത്തിൽ ശീലമാക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം പേർക്കും അത് നേടാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, നല്ലതെന്ന് കരുതി ചെയ്യുന്നവയെല്ലാം അവരുടെ ശരീരത്തിന് ദോഷമായി മാറുകയും ചെയ്യുന്നു. നമുക്ക് ചില സെലിബ്രിറ്റികളുടെ ജീവിതം നോക്കാം. നല്ല ഭക്ഷണം, വ്യായാമം എന്നിവ ശീലമാക്കിയിട്ടും ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനായിരുന്ന സൗരവ് ഗാംഗുലിക്ക് 2 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നതും നല്ല ആരോഗ്യവാനായിരുന്ന യുവരാജ് സിംഗിന് ക്യാൻസർ വന്നതും എന്തുകൊണ്ടാണ്? നല്ല ആരോഗ്യത്തിന്റെ പ്രതീകമായിരുന്ന തെന്നിന്ത്യൻ സിനിമാ നടൻ പുനീത് രാജകുമാർ, ലോകപ്രശസ്ത യോഗാ ഗുരു ശരത് ജോയ്സ്, 2 തവണ മാരത്തോൺ ഓടിയ രുദ്രജ് സിംഗ് എന്നിവർ ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടത് എന്തുകൊണ്ടാണ്? കീറ്റോ ഡയറ്റ് ശീലമാക്കിയ തെന്നിന്ത്യൻ സിനിമാ നടി മിഷ്തി മുഖർജിയുടെ കിഡ്നികൾ നശിക്കാൻ കാരണമെന്താണ്? പുകവലിക്കുന്ന ചെറുപ്പക്കാരിൽ ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക് എന്നിവ വരുമ്പോൾ എന്തുകൊണ്ടാണ് പുകവലിക്കുന്ന ചിലർ 90 വയസ്സിലും ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നത്? ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടും സിനിമാ നടൻ മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസർ വരാൻ കാരണമെന്താണ്? കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണമെന്ന് കരുതി ഗ്രില്ലിഡ് ഫുഡ് കഴിച്ചപ്പോൾ സിനിമാ നടൻ സുധീർ സുകുമാരന് കുടലിൽ ക്യാൻസർ വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം ഫുഡ് കഴിക്കുന്ന എല്ലാവർക്കും കുടൽ ക്യാൻസർ വരാത്തത്, പ്രത്യേകിച്ച് അറേബ്യൻ ജനതയ്ക്ക്? തടിയുള്ളവർക്ക് രോഗങ്ങൾ പെട്ടെന്ന് വരുമെന്ന് പറയുന്നുണ്ടെങ്കിലും പൊണ്ണത്തടിയുള്ള ചിലർ ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നുവെന്ന് മാത്രമല്ല, മെലിഞ്ഞ് തടിയില്ലാത്തവർക്ക് പെട്ടെന്ന് ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളാണിവ. ഇവിടെയാണ് എപ്പിജെനറ്റിക് തിയറിയെ സംബന്ധിച്ച് ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടത്. മോഡേൺ സയൻസ് പറയുന്നത് ഒരാളുടെ വിരലടയാളം പോലെ ഓരോ മനുഷ്യന്റെയും ശാരീരിക പ്രവർത്തനങ്ങളും വ്യത്യസ്തമാണ്. ഒരാൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഭക്ഷണം, വ്യായാമം എന്നിവ മറ്റൊരാൾക്ക് ദോഷം ചെയ്യും. താങ്കളുടെയും കുടുംബത്തിന്റെയും ശരീരത്തിന് അനുയോജ്യമായതും ദോഷകരവുമായ ഭക്ഷണം, പോഷകം, വ്യായാമം എന്നിവ ഏതെന്ന് മനസ്സിലാക്കാൻ ഒരു സർട്ടിഫൈഡ് എപ്പിജെനറ്റിക് ലൈഫ് സ്റ്റൈൽ കോച്ചിന്റെ സഹായത്തോടെ സാധ്യമാകും. താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക. താങ്ക് യു.